പണ്ടേ നമുക്ക് മലയാളികൾക്ക് ഒരു നെസ്ട്രോളജി ഉണ്ട്. കാരണം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു വെപ്രാളമാണ്. അത്തരക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്നും വെറും 1.5 കിലോമീറ്റർ, മരുതൻകുഴിയിൽ നിന്നും വെറും 1 കിലോമീറ്റർ, അല്ലെങ്കിൽ കവടിയാറിൽ നിന്നും 2 കിലോമീറ്ററിനകത്തുള്ള ഒരു 5 സെന്റ് സ്ഥലവും ഒരു ഓൾഡ് ഹൗസുമാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കൊരു അത്യാവശ്യം ഒരു മീഡിയം പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു 5 സെന്റും ഒരു പഴയ വീടുമാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. മരുതൻകുടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് പോകുമ്പോൾ ശിവോദയ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് വെറും 600 മീറ്റർ, മെയിൻ റോഡിൽ നിന്ന് 600 മീറ്റർ മാത്രം മാറി നമ്മൾ ശിവോദയ ഹോസ്പിറ്റലിന്റെ അവിടെ നേരെ പൈപ്പ്മൂട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റിലും ഒരു പഴയ ഓൾഡ് വീടുമാണ് നമ്മുടെ ഈ കാണുന്ന ഈ പഴയ വീട്. വീട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഒപ്പീനിയനൊന്നുമില്ല. ഇത് ഡിസ്പോസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വീട് വെക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ല രീതിയിൽ വീട് വെക്കാനുള്ള നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയെക്കുറിച്ച് നിങ്ങൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ സൈഡിലേക്ക് നിൽക്കുന്ന എല്ലാം നല്ല പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഒരു ഹൈ റെസിഡൻഷ്യൽ ഏരിയ കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട് വെച്ചൊക്കെ താമസിക്കാനൊക്കെ എന്തുകൊണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്ലോട്ടിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കറക്റ്റ് സ്ക്വയർ പ്ലോട്ട്, ഏകദേശം 11 മീറ്ററോളം 12 മീറ്ററോളം ഫ്രണ്ടേജ് വരുന്ന നല്ല രീതിയിലുള്ള സ്ക്വയർ പ്ലോട്ടാണ്. ഈ കാണുന്ന പഴയ വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. വീടിൽ നമ്മൾ അകത്തേക്ക് വലിയ വിഷ്വൽസ് ഒന്നും കാണിക്കുന്നില്ല. കാരണം ഈ വീട് ഓൾമോസ്റ്റ് ഏകദേശം ഒരു 5 ഇയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു റിനോവേഷൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ മെയിൻ്റനൻസ് കോസ്റ്റുകളാവും. അതുപോലെ അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഡിസ്പോസ് ചെയ്തിട്ട് വീട് വയ്ക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക്, ഒരു സ്ക്വയർ പ്ലോട്ട് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ശാസ്തമംഗലം, മരുതൻകുഴി, വട്ടിയൂർക്കാവ് ഏരിയക്കകത്തൊക്കെ നമുക്കൊരു നല്ല പ്രൊഫൈലുള്ള നല്ല ഒരു സമാധാനമായിട്ടുള്ള ഒരു ഹൈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടും പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഡിസ്പോസ് ചെയ്തിട്ട് പുതിയ വീട് വയ്ക്കുന്ന ആഗ്രഹിക്കുന്നവർക്കാണ് ഈ കൂടുതലും ഈ പ്രോപ്പർട്ടി വാങ്ങാനുള്ള സാഹചര്യം. എന്നാലും നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് അകത്തുള്ള വീഡിയോ കാണിച്ചില്ല എന്ന്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ പണ്ടേ നമുക്ക് മലയാളികൾക്ക് ഒരു നെസ്ട്രോളജി ഉണ്ട്. കാരണം നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു വെപ്രാളമാണ്. അത്തരക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അകത്തേക്ക് കയറുമ്പം ഒരു സിറ്റ് ഔട്ട്, ഹാള്, ഒരു ചെറിയ റൂം, അതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. കൂടുതൽ സ്പെസിഫിക്കേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം അതിനകത്ത് മെയിൻ്റനൻസോ കാര്യങ്ങൾ ഇത് എന്തായാലും പൊളിച്ച് കളഞ്ഞ് പുതിയ വീട് വയ്ക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഈ സൈഡിൽ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 2 ബെഡ്റൂമായി താഴത്തെ ഫ്ലോറിൽ കിച്ചൺ ഉണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്, ഒരു സ്റ്റോറേജ് ഉണ്ട്, പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു പോർഷൻ ഉണ്ട്, മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ കേഴ്സ് ഉണ്ട്. അവിടെയും 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. റെസിഡൻഷ്യൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ടെൻഷനും വേണ്ട. നല്ല ഹൈ പ്രൊഫൈലുള്ള നല്ല റെസിഡൻഷ്യസ്, നല്ല ശാന്തമായിട്ടുള്ള പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു സൈഡ് വന്നിട്ട് ആറ്റിന്റെ തീരമാണ്. എന്നാലും നമുക്ക് വേറെ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ. മുകളിലേക്ക് വരുമ്പോൾ ഒരു ബെഡ്റൂമോ ഒരു ഹാളായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഏരിയ, നമുക്ക് ഓപ്പൺ ഏരിയ ആയിട്ടുള്ളതുകൊണ്ട് റെസിഡൻഷ്യലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ഹൈ റെസിഡൻഷ്യൽ ഏരിയ, വളരെ സമാധാനം. ഇവിടെ വരുമ്പോൾ എനിക്കൊരു എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണിത്. അതല്ല, അടുത്തൊക്കെ ഇരിക്കുന്ന വീടുകളും അതുപോലെ റോഡ് ഫ്രണ്ടേജ് 5 മീറ്ററോളമുണ്ട്. ഇതൊരു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പറഞ്ഞു, ശാസ്തമംഗലത്ത് നിന്നും വരുന്ന ഒരു 1.7 കിലോമീറ്റർ, പൈപ്പ്മൂട് നിന്ന് 1.4 കിലോമീറ്റർ, കവടിയാറിൽ നിന്ന് 2 കിലോമീറ്റർ, മരുതൻകുഴിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ, വട്ടിയൂർക്കാവിലേക്ക് പോകുന്നവരുടെ ശിവോദയ ഹോസ്പിറ്റലിൻ്റെ അവിടെ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വെറും 600 മീറ്ററാണ്. പൈപ്പ്മൂടിലേക്ക് ഇതിലേക്ക് പോകാനുള്ള ഒരു റോഡുണ്ട്. ശിവോദയ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിറ്റിയുടെ ഏകദേശം ഓൾമോസ്റ്റ് അകത്തായിട്ടുള്ള അല്ലെങ്കിൽ അടുത്തായിട്ടുള്ള സിറ്റിയുടെ ഏത് പ്രദേശത്തെയും ഏത് ഏരിയയിലേക്ക് നമുക്ക് 10 മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ 7 മിനിറ്റിൽ താഴെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. 5 സെൻറ്റ് സ്ക്വയർ പ്ലോട്ട്. വീടിന് വിലയിടുന്നില്ല, പഴയ വീടാണ്. നമുക്ക് ഡിസ്പോസ് ചെയ്തിട്ട് പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള നല്ല വീടുകൾ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിന് 14 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകൂടി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.